ഹലോ ഡിയേഴ്സ്. നാട്ടിൽ നിന്ന് ചേട്ടനും ചേച്ചിയും മോനും എല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ വൃന്ദാവനം ഒന്ന് കാണാനായിട്ട് വന്നതാണേ. അപ്പം നമ്മൾ രാവിലെ 5:30 ഡൽഹിയിൽ നിന്നുള്ള ട്രെയിൻ കയറിയിട്ടാണ് ഇവിടെ എത്തിയത് കേട്ടോ. അപ്പം നമ്മളിവിടെ എത്തിക്കഴിയുമ്പോൾ തന്നെ ഇതുപോലെ കുറേ ചേച്ചിമാർ നമ്മുടെ പുറകെ നടക്കും, ഇങ്ങനെ പൊട്ടുകുത്തി തരാനും മുഖത്ത് രാധേ രാധേ എന്ന് എഴുതി തരാനും ഒക്കെ കേട്ടോ. അപ്പം ഞാൻ ആ ചേച്ചിമാരിൽ നിന്നൊക്കെ നൈസായിട്ട് രക്ഷപ്പെട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നേ. കാരണം അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. ക്ലൈമറ്റ് എന്താ പറയുക, ഒരുതരം വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു, എന്നാൽ പോലും തിരക്ക് കാരണം നമ്മളൊരു ഒരു ഇല്ലാത്തൊരു ഇതുണ്ടല്ലോ, അങ്ങനെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല തിരക്ക് കാരണം കുഞ്ഞുങ്ങൾ താഴെ ഇറങ്ങിയിട്ടേ ഇല്ല, അവർ ഫുൾ ടൈം അച്ഛന്മാരുടെ തോളത്ത് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓടി അകത്തോട്ട് ചെന്നപ്പോഴത്തേക്കിലും ഈ ചേച്ചി എന്നെ പിടിച്ച് നിർത്തി, പൊട്ടിട്ടിട്ടേ വിടുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ നിന്ന് കൊടുത്തു. അപ്പോഴത്തേക്കിലും ചേച്ചി മുഖത്ത് ഇതുപോലെ രാധേ രാധേ എന്ന് എഴുതി, പിന്നെ പൊട്ടൊക്കെ ഇട്ട് തന്നു. അത് കഴിഞ്ഞും ചേച്ചി എന്തോ കാര്യമായിട്ടൊക്കെ അങ്ങ് പറയുന്നുണ്ട്, അങ്ങനെ ഇട്ട് തരാം ഇങ്ങനെ ഇട്ട് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനപ്പോൾ വേണ്ടാന്നൊക്കെ പറഞ്ഞു. പിന്നെ ചേച്ചി എനിക്ക് ഡെമോ ഒക്കെ കാണിച്ചു തന്നു കേട്ടോ, ഇങ്ങനെ പൊട്ടൊക്കെ കുത്തിത്തരാം നമ്മുടെ താലപ്പൊലിക്കൊക്കെ ഇടുന്നത് പോലെ. അപ്പം നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് മാറി നിന്നു. അപ്പം മോനും ചേട്ടനും ഒക്കെ ഭയങ്കര ചിരിയായിരുന്നേ. അത് കഴിഞ്ഞ് ഞങ്ങളിതേ ആദ്യമായിട്ട് ഞങ്ങൾ പോകാൻ പോകുന്നത് ഇവിടെ ബൻകെ ബിഹാരി എന്ന് പറയുന്ന അമ്പലത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ബൻകെ ബിഹാരി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും പഴയ അമ്പലമാണേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ പോകുന്ന വഴിക്ക് മുഴുവൻ ഇങ്ങനെ സ്വീറ്റ്സാണ് ഫുള്ള്. നമുക്ക് പേട എന്നൊക്കെ ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാമെങ്കിലും പേട മാത്രമൊന്നുമല്ല, നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് മധുര പലഹാരമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബൻകെ ബിഹാരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൃഷ്ണൻ്റെ മുമ്പിലൊരു കർട്ടൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നേരം നമ്മൾ കൃഷ്ണനെ നോക്കി നിന്നാൽ നമ്മൾ കൃഷ്ണനിൽ ആകൃഷ്ടരായി പോകും, അത്രയും സുന്ദരനാണ് ഭഗവാൻ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് അങ്ങനെ ഒരു കർട്ടൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടുങ്ങിയ വഴിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഭജന പാടുന്നവരും ഈ കച്ചവടക്കാരും അതുപോലെ തൊഴാൻ വന്ന ആൾക്കാരും ഒക്കെ ആയിട്ട് ഭയങ്കര റഷായിരുന്നു. അപ്പോൾ നമ്മൾ ആ അമ്പലത്തിലോട്ട് കയറാൻ നിൽക്കുന്ന ക്യൂ ആണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ നടന്നിട്ടൊന്നുമില്ല, ക്യൂവിൽ നിന്നതേ ഉള്ളൂ, ആൾക്കാർ തള്ളി ഞങ്ങളെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിത് അകത്ത് കയറി. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഒരുപാട് മുഴങ്ങുന്ന തരത്തിലുള്ള എന്താ പറയുക മണിയുടെ ശബ്ദങ്ങളോ സ്പീക്കറോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഫുള്ളിങ്ങനെ നമ്മൾ രാധേ രാധേ എന്നുള്ള ആ ഒരു ചാൻഡിങ് മാത്രമേ ഉള്ളൂ. ഒരു പ്രത്യേക ഒരു ഫീലാട്ടോ ഇവിടെ നിൽക്കുമ്പോൾ. ശരിക്കും ആ ഒരു അത്ര തന്നെ തിരക്കാണെന്ന് നമുക്ക് തോന്നില്ല, അത്ര ഒരു ഭയങ്കര ഒരു സമാധാനമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിതാ ഇറങ്ങി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരുപാട് കഴിക്കുന്ന സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്, പക്ഷെ നമ്മൾ തപ്പിപ്പോകുന്ന ഐറ്റം വേറെയാണ് കേട്ടോ. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ബദാം മിൽക്കിൻ്റെ ഒരു സംഭവം തപ്പിയാണ് നമ്മൾ പോകുന്നത്. അപ്പം എന്താ പറയുക, ബദാമും കുങ്കുമപ്പൂവും ഒക്കെ ഇട്ട് തിളപ്പിച്ച പാൽ എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിൽ കൂടുതലൊന്നും നമുക്കങ്ങനെ ഹൈപ്പ് കൊടുക്കേണ്ടതായിട്ട് തോന്നിയില്ല. കുഞ്ഞുങ്ങൾ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം തിരക്കും അവർക്ക് വിശന്നിട്ടും ഈ പറഞ്ഞ പോലെ അവരത് അത്യാവശ്യം നന്നായിട്ട് കുടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ വലിയവർക്ക് ആർക്കും അതത്ര ഒരിതായിട്ട് തോന്നിയില്ല. പിന്നെ വാങ്ങിച്ചത് കൊണ്ട് കുടിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ മുഖത്തൊരു വൈക്ലഭ്യം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് കുടിച്ചിട്ട് ഞങ്ങളിത് അടുത്ത പ്രേം മന്ദിറിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഓടി എത്തിയതാണ്. പക്ഷേ നമുക്ക് ശരിക്കും ഭയങ്കരമായിട്ട് സങ്കടം വന്നു വെച്ചാൽ അമ്പലം അടച്ചു പോയായിരുന്നു കേട്ടോ. 12 മണി വരെ അമ്പലം ഉണ്ടായിരുന്നുള്ളൂ, നമ്മളെത്തിയപ്പോൾ 12:10 പോയായിരുന്നു. അപ്പോൾ നമ്മൾ ആ മുറ്റം വരെ എത്തിയിട്ട് നമുക്ക് കയറാൻ പറ്റിയില്ല എന്നുള്ളത് നമുക്ക് ഭയങ്കരമായിട്ട് വിഷമമായിപ്പോയി കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ അടുത്ത റിക്ഷയിൽ കയറിയിട്ട് ഇസ്കോണിൻ്റെ അമ്പലത്തിലെത്തിയേ. അപ്പോൾ ഈ വൃന്ദാവനത്തിൽ മുഴുവൻ അങ്ങ് അമ്പലങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 3 അമ്പലം കവർ ചെയ്യാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ പ്രേം മന്ദിർ നടന്നില്ല. പിന്നെ നമ്മൾ ഇസ്കോണിൻ്റെ അമ്പലം. അപ്പോൾ ഇസ്കോണിൻ്റെ അമ്പലം എന്ന് പറഞ്ഞാൽ ഇത് ശ്രീകൃഷ്ണ ബലരാമ മന്ദിറാണ് കേട്ടോ. അപ്പം ഇസ്കോൺ എന്ന് പറയുന്നത് കൃഷ്ണനെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു സൊസൈറ്റിയാണ്. ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്നാണ് ഇസ്കോണിൻ്റെ ഫുൾ നെയിം കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് വേറെ തന്നെ, അതായത് ഈ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ഇത് മാത്രമേ അവിടെ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അതും ഇങ്ങനെ ഒരുപാട് ഈ പുറംനാട്ടിൽ നിന്നൊക്കെ വന്നിട്ടുള്ളവരാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഈ പാട്ടിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ, അവരുടെ ഒരു സിംഗിങ് സ്റ്റൈലിലാണ് നമ്മൾ ഈ ഹരേ കൃഷ്ണ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഡാൻസും പാട്ടും ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു വേറെ തന്നെ, നമ്മൾ ശരിക്കും അങ്ങ് എല്ലാം മതിമറന്ന് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് കൃഷ്ണനെ ഭജിക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ. നല്ല വൈബാണ് അവിടെ. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ, അതായത് ആ കെട്ടിടത്തിൽ തന്നെ നമുക്കിതുപോലൊരു മ്യൂസിയം പോലെ അവരിങ്ങനെ കുറേ രൂപങ്ങളൊക്കെ വെച്ചിട്ട് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൃഷ്ണനും കുചേലനും ബലരാമനും കൃഷ്ണനും
രാധയും പിന്നെ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ഇസ്കോണിൻ്റെ തന്നെ ഫൗണ്ടറായിട്ടുള്ള സ്വാമി പ്രഭുപാദ എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ഒരു പ്രതിമയും എല്ലാം അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ സ്റ്റെപ്പ് വഴിയൊക്കെ ആക്ച്വലി നമുക്ക് മുകളിൽ കയറി പോകാൻ പറ്റും. പക്ഷേ നമ്മൾ എത്തിയപ്പം കുറച്ച് താമസിച്ച് പോയതുകൊണ്ട് നമുക്കതും നടന്നില്ല. അപ്പോൾ ഇസ്കോണിൻ്റെ ലോകത്തുള്ള എല്ലാ അമ്പലങ്ങളിൽ വെച്ചിട്ടും ഏറ്റവും വലിയ അമ്പലം ഇത് തന്നെയാണ്. കാരണം സ്വാഭാവികമായിട്ടും വൃന്ദാവനമാണല്ലോ. അപ്പോൾ കൃഷ്ണനെ സംബന്ധിച്ചുള്ള എന്ത് കാര്യവും വൃന്ദാവനം എന്ന് പറയുമ്പോൾ കുറച്ച് സ്പെഷ്യലായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടുത്തെ അമ്പലം കുറച്ച് വലിയ അമ്പലം തന്നെയാണ് ലോകത്തുള്ള ഇസ്കോണിൻ്റെ അമ്പലങ്ങളിൽ വെച്ച് കേട്ടോ. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പതുക്കെ തിരിച്ചത് ഇറങ്ങുകയാണേ. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ പതുക്കെ അടുത്ത ട്രെയിൻ ഇപ്പം പിടിക്കണമല്ലോ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ തൊഴുതിട്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്